യക്ഷി ഞാനും ആളല്ല. ആ ഒരു പടമാണ് ഇപ്പോഴും നമ്മളെ എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ. എനിക്ക് തോന്നുന്നു സൂര്യ ടിവിയിൽ കഴിഞ്ഞ ഓണത്തിനും പ്രേതത്തെ സ്നേഹിക്കുന്ന ഒരു നായകൻ. ശരിക്കും പ്രേതത്തെ ആരും പ്രേമിക്കുമോ? പാലമരവും ഭയപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നല്ലോ നമുക്കൊരു യക്ഷി. സാറ് ഹീറോയിൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ കയാദു എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ഹീറോസിന്റെ കൂടെ സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു ഇതാണ് എന്റെ ഹീറോ. എന്തുകൊണ്ടാണ് പിന്നെ അതിനുശേഷം കാണാത്തെന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട്. എനിക്ക് തോന്നുന്നു യക്ഷി ഞാനുള്ള ഏറ്റവും കൂടുതൽ ഹിറ്റായ സോങ് ആ മറ്റേ പൊന്മാനെ എന്ന് പറഞ്ഞിട്ടുള്ളവര് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സീക്വൻസ് ആണ്. കാരണം പിന്നെ സാർ ഇങ്ങനെ മൈക്കിൽ കൂടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതാ മൊത്തം അതിരപ്പള്ളിയിലെ ഒരു മൊത്തം ആ പാലത്തിന്റെ മേളിൽ കാണാൻ നിൽക്കുകയാണ്. നല്ല സീൻ കാണാമല്ലോ. തിലകൻ സാറുമായിട്ടൊക്കെ പറയാം എന്താ പറയാ, അതേപോലെ ഒരു ലെജൻഡറി ആളുടെ കൂടെ ഒക്കെ അതുപോലെ സ്പടികൻ ആണെങ്കിലും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ്. കാരണം പിന്നെ മാളച്ചേട്ടൻ ഇന്ന് അവരൊന്നും ഇല്ല. ഈ മാളച്ചേട്ടനും ഇപ്പം ഒരു വലിയൊരു ഡയറക്ടറെ പരിചയപ്പെടുത്താൻ വേണ്ടി എങ്ങനെ ചോദിച്ചു, എടാ നിനക്കേ സൗന്ദര്യം കൂടുതലാണെന്നാ പറയുന്നത്, നീ മലയാളത്തിന് പറ്റിയ ആളാ, നീ വല്ല തെലുങ്കോ തമിഴോ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ തമിഴ് പോയി ചെയ്യാം. ഇങ്ങനെ മൂവി കിട്ടാതിരുന്ന സമയത്ത് ആരെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും ബ്രോ എനിക്കൊരു സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു തരുമോ? എത്രയോ പേര്. കാരണം അവരുടെ വിചാരം ഭയങ്കര സംഭവത്തിൽ നിൽക്കുകയാണല്ലോ. പണ്ടൊക്കെ ഓഡീഷൻ ഭയങ്കര പാടായിരുന്നു. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ തന്നെയാണ് മൂവീസിലോട്ട് വരുന്നത്. അതൊരു മെയിൻ ഘടകമായിരിക്കാം. കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളവർ എങ്ങനെ സിനിമ വരുന്നു? വിസിബിലിറ്റി. നമ്മുടെ മൈൻഡ് എന്താണ് മൈൻഡ്? പക്ഷെ എല്ലാവരും എന്തോ കിട്ടിയിട്ട് ജീവിക്കാനിരിക്കുക. ആക്ച്വലി താൻ 10 വർഷം മുമ്പ് ചിന്തിച്ച സ്ഥലത്ത് എപ്പോൾ നിൽക്കുന്നേ? ഡിപ്രഷനിലാണ് മനുഷ്യനെല്ലാം ഓടുന്നത്. എല്ലാം ഉണ്ട്, എവ്രി ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ എന്നും ഇരുന്ന് ചിന്തിച്ച് യക്ഷി ഞാൻ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ വിനയൻ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യക്ഷി ഞാനും എന്നൊരു മലയാള സിനിമ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ആ സിനിമയിലെ നായകനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം ഗൗതം കൃഷ്ണ. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, നന്നായിരിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ഒരു കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് കാണുന്ന. ആ ഒരു മൂവി കഴിഞ്ഞിട്ട് കുറെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, ശരിക്കും കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എങ്ങനെയുണ്ടായിരുന്നു? 2011-ലോ 10-ലോ എന്തോ ഇറങ്ങിയ ഒരു മൂവിയാണ്. 16 ഓക്കെ, 16 അതിന് മുമ്പ് ഇറങ്ങി. സോറി, 2010. 2010 ഇറങ്ങിയ ഒരു 2010-ലാണ്. ഇപ്പൊ കൺഫ്യൂഷൻ പറയും. അപ്പൊ ഇത്രയും ഒരു വർഷം പക്ഷെ ഇപ്പോഴും ആൾക്കാര് തിരിച്ചറിയുന്നുണ്ടല്ലോ. ശരിക്കും അത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എവിടെ പോയാലും ആ ഒരു അപ്പൊ നമ്മളൊരു ക്രൗഡിലോട്ട് പോവുകയാണ്, നല്ല പരിചയമുണ്ടല്ലോ, ഇന്നയാളല്ലേ എന്നൊന്ന് ചോദിക്കാറുണ്ട്. യക്ഷി ഞാനും ആളല്ല. ആ ഒരു പടമാണ് ഇപ്പോഴും നമ്മളെ എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കുറച്ച് പടങ്ങൾ ചെയ്തെങ്കിൽ പോലും ആ ഒരു പടമാണ് ശരിക്കും എല്ലാരും. അതെ, അതെനിക്ക് തോന്നുന്നു സൂര്യ ടിവിയിൽ കഴിഞ്ഞ ഓണത്തിനും എല്ലാ വർഷവും ഇടുന്നുണ്ട് യക്ഷി ഞാനും എന്നുള്ള സിനിമ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു, എന്തുകൊണ്ടാണ് പിന്നെ അതിനുശേഷം കാണാത്തെന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട്. എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അല്ല, നമുക്ക് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വരുമ്പോ കുറച്ച് ട്രൈ ചെയ്യും. എന്താ അറിയില്ല, നമുക്കത് കിട്ടിയില്ല. മീൻസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ എനിക്ക് കിട്ടിയില്ല. നമ്മൾ ചിലത് വരും, കിട്ടും, പിന്നെ നമ്മൾ വേറെ ട്രാക്കിലൂടെ പോവും. അപ്പൊ പിന്നെ നമ്മൾ വിളിക്കും. ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ഒരെണ്ണം ചെയ്തത് 2-ാം യാമം എന്ന് പറഞ്ഞ സ്വാസിക പേരായിട്ട് ഒരെണ്ണം ചെയ്തു. അത് ഇതുപോലെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ അത് യക്ഷി ഞാൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ കണ്ണേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എടാ നീ നാളെ ഒരു പരിപാടിയുണ്ട്, അങ്ങനെ അതിലേക്ക് മെയിൻ ക്യാരക്ടറിലേക്ക് ചെയ്യുകയായിരുന്നു. ഒരു സംഭവിക്കുകയാണ് ടൈം
ഓക്കെ. യക്ഷി ഞാനും എന്നൊരു സിനിമ കേൾക്കുമ്പോൾ സാധാരണ യക്ഷികളെല്ലാരും പേടിക്കും പൊതുവെ പറയുന്നത്. പക്ഷേ ഈ കമന്റ്സ് ഒക്കെ ഇപ്പോഴും റീൽസിൽ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ക്രഷാണ് ആ ഒരു യക്ഷി എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പൊ എല്ലാരും പറയുമ്പോൾ എല്ലാരും സാധാരണ നമ്മൾ ഇംഗ്ലീഷ് മൂവി ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഭയാനകമായിട്ടുള്ള, പക്ഷെ ഇതിലൊരു ക്യൂട്ട് റൊമാൻറ്റിക് സ്റ്റോറി ആയിരുന്നു യക്ഷി ഞാനും എന്നുള്ള ഒരു സിനിമ. അത് വിനയൻ ചേട്ടന്റെ ഒരു പ്രത്യേക തരം കുറെ മൂവീസ് ഉണ്ട് അങ്ങനത്തെ. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ശരിക്കും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഒരു യക്ഷി കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ശരിക്കും ഈ ഒരു യക്ഷിയും ഞാനിന് മുമ്പും യക്ഷി ഞാൻ ശേഷം എന്ന രീതിയിൽ, അതിന് തൊട്ട് മുമ്പൊക്കെ നമ്മൾ യക്ഷി എന്ന് പറയുമ്പം പാലമരവും ഭയപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നല്ലോ നമുക്കൊരു യക്ഷി. അതൊരു ഒരു എന്താ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പാലമരത്തിന്റെ ഒരു വെള്ള സാരിയൊക്കെ ഉടുത്ത് വരുന്ന ഒരു, കാരണം അതൊരു ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു, കുട്ടികൾക്കൊന്നും കാണാൻ പാടില്ല എന്ന രീതി. പക്ഷെ അത് മാറി ഈ ഒരു ഇത് വന്നപ്പം വളരെ ഇഷ്ടപ്പെടുക, യക്ഷിയെ സ്നേഹിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് ആൾക്കാരിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കിയ മൂവിയാണ് ആക്ച്വലി. എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് കണ്ണേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അശോകേട്ടൻ വിനയൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആളായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ എന്നെ അറിയാം, അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ അറിയാം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ഇന്നോടാ ഇന്നോലെ വിനയൻ സാർ ഇന്നോലെ അസോസിയേറ്റിനെ പരിചയപ്പെടുത്തി കണ്ണേട്ടൻ. അപ്പോൾ പുള്ളി ഇന്ന സാറിങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം 200 പേരെ സാർ ഓഡിഷൻ ചെയ്തെന്ന് പറയും. അപ്പം ഞാൻ വെച്ചു ഓക്കെ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി കാണുന്നു. അപ്പം ഞാനിങ്ങനെ വണ്ടി അകത്ത് കയറ്റിയിട്ടിട്ട് ഇറങ്ങിയപ്പോൾ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിൻ്റെ അസോസിയേറ്റ് പറഞ്ഞു, നീ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു ഇതാണ് എൻ്റെ ഹീറോ പറഞ്ഞു. അപ്പം സാറിന് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പം അതിനെ ആരെ കാസ്റ്റ് ചെയ്യണം എന്ന സാറിനൊരു വ്യക്തമായ രൂപമുണ്ട്. അപ്പം ആ ആളിനെ തപ്പി 200 പേരെ ഓഡിഷൻ ചെയ്ത് വന്നാലോ ചോദിക്കേ. അപ്പം സാറിൻ്റെ മനസ്സിൽ ആ രൂപം ആദ്യം കിട്ടി. അപ്പൊ അതെന്തോ ഈശ്വരൻ നമ്മുടെ രൂപമായിട്ട് സാമ്യം ഉണ്ടായി അങ്ങനെ സംഭവിക്കുകയായിരുന്നു. ഓക്കെ. ഇപ്പൊ എല്ലാരും പറഞ്ഞു വിനയൻ സാറിന്റെ പടത്തിലെ യക്ഷികളൊക്കെ ഭയങ്കര സുന്ദരികളാണ്, വെള്ളി നക്ഷത്രം, അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് സാറിന്റെ സിനിമയൊക്കെ കാണുമ്പോൾ സുന്ദരിമായിട്ടുള്ള പ്രേതങ്ങളാണോ ഉള്ളതെന്ന്? സാറ് ഹീറോയിൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, ഭയങ്കര നല്ല സുന്ദരികൾ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ വന്ന കയാദു എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പം ഇൻഡസ്ട്രിയിലെ ഇപ്പൊ ഏറ്റവും ടോപ്പ് ഹീറോസിന്റെ കൂടെ ഇപ്പൊ പെയർ ചെയ്യുകയാണ്. സാറിന്റെ സെലക്ഷൻ, ക്യാരക്ടർ സെലക്ഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കും. മീൻസ് ആ ഒരു ഓരോ കഥാപാത്രത്തിനനുസരിച്ച് സാറ് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്, ആ ഒരു പെർഫെക്ഷൻ നോക്കി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു ഇത് ഹീറോയിൻ സെലക്ഷനിലും ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ ഇത് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു ഇത്? നമ്മൾ ഈ സിനിമയിൽ ഞാനാണ് നായകൻ എന്നൊക്കെ പറഞ്ഞപ്പോ കറക്റ്റ് പറയട്ടെ, ആ സമയം സാർ എൻ്റെ മുന്നിൽ, സാറിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നാണ് ഇത് പറയുന്നത്, നീയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞത്. എക്സാക്ട്ലി ഞാൻ പുറകോട്ട് നോക്കിയത് ഇരിപ്പൊട്ടൊന്നാണ് ആക്ച്വലി ഞാൻ നോക്കിയത്. കാരണം എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലായിരുന്നു. കാരണം നീയാണ് എൻ്റെ പടത്തിലെ ഹീറോ എന്നിങ്ങനെ മുന്നിരുന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ എക്സാക്ട്ലി ഇത് സംഭവിച്ചാണ്. ഞാനിങ്ങനെ പുറകോട്ട് ഇങ്ങനെ നോക്കി, ഇനി വേറെ ആരെങ്കിലും ഇരിപ്പുണ്ടോ. അപ്പൊ അതാണ് എൻ്റെ ഒരു റിയാക്ഷൻ ആ ഒരു പടത്തിൽ കിട്ടിയപ്പം. കാരണം അത്രയും വലിയൊരു ഡയറക്ടറുടെ കൂടെ ഒരു ആദ്യമായി എൻട്രോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം അതങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇന്നും ആ ഒരു പേരിൽ അറിയപ്പെടും. ഇപ്പം ഈവൻ ഈ 16 വർഷത്തിന് ശേഷവും ഇങ്ങനൊരു ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചത് പോലും ഉള്ള യക്ഷി ഞാനും അല്ലേ. ഓക്കെ. അതിലൊരു സ്റ്റോറി കേട്ടപ്പോൾ എന്തായിരുന്നു ആ ഒരു റിയാക്ഷൻ? പ്രേതത്തെ സ്നേഹിക്കുന്ന ഒരു നായകൻ, അതിലൊരു റൊമാൻറ്റിക് ലവ്, ഇതൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി? ശരിക്കും പ്രേതത്തെ ആരും പ്രേമിക്കുമോ? ഇല്ലേ. പ്രേതം നമ്മളെ ചോര കുടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നൊരു സംഭവമല്ലേ. പ്രേതത്തെ പ്രേമിക്കുക എന്ന് പറയുമ്പം അതൊരു പുതിയൊരു കോൺസെപ്റ്റ് അല്ലേ ശരിക്കും. ആ ഒരു പ്രേതത്തെ അതൊരു ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമാണ് ശരിക്കും. അങ്ങനെ ഒരു ഇമാജിനറി വേൾഡിൽ അങ്ങനെ ഒരു ഹീറോയിൻ പ്രേതമായി വരിക ഭയങ്കര ഒരു പുതിയൊരു സംഭവമായിരുന്നു. ഇപ്പോഴും യൂട്യൂബിൽ യക്ഷിഞ്ഞാൻ്റെ ട്രോൾസ് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോഴും റീസെന്റ് 6 months 3 months ബിഫോർ യക്ഷിഞ്ഞാൻ്റെ ട്രോള് പൊക്കോണ്ടിരിക്കുക. കാരണം പണ്ടത്തെ പ്രേതമൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ ഇങ്ങനത്തെ പ്രേതങ്ങളെ ഒന്നും, അങ്ങനെയൊക്കെയാണ് കുറേ കമന്റ്സ് ഒക്കെ ഇപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ യക്ഷിയെ കാണാൻ സുന്ദരിയാണ് ഇതിൽ, പിന്നെ ആ ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നല്ല ഒരു ഇതായിരുന്നു
ആയിരുന്നു, വർക്ക് ആയിരുന്നു, ആ ഒരു സ്റ്റോറി, ആ ഒരു സോങ്, അതൊക്കെ? ശരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. കാരണം ടെൻഷനും ഭയവുമായിരുന്നു. അല്ലാതെ എനിക്കത് ഭയങ്കരമായി ആസ്വദിച്ച് ഞാൻ ഭയങ്കര കഥാപാത്രത്തിൻ്റെ പക്ഷേ കുറെ കഴിഞ്ഞപ്പം നമ്മൾ ആ ഒരു കഥാപാത്രം എന്ന് പറയുന്ന അതിലേക്ക് കയറുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ അതുമായിട്ട് ആ ഒരു ക്രൂ ഇതെല്ലാം എനിക്ക് പുതിയതല്ലേ. നമുക്ക് ആ ഒരു 10-200 പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു അതിനകത്ത് ഹഗ്ഗി എന്നൊരു സീൻ മറ്റേ വെള്ളച്ചാട്ടത്തിൽ. അപ്പൊ ആ സീനിലൊക്കെ 200 പേര് നോക്കിയേ രാവിലെ 6-6:30 സമയത്ത് ഒരു പാലത്തിന്റെ ചോട്ടിൽ. അപ്പം നമുക്ക് ആ ഒരു ടെൻഷനും പ്രശ്നവും തന്നെയാണ്. പിന്നെ നമ്മൾ കുറേ വെള്ള കളർ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സീക്വൻസ് ആണ്. കാരണം അതിനകത്ത് വിനയൻ സാർ ഇങ്ങനെ മൈക്കിൽ കൂടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം രാവിലെ ഒരു 6-6:30 സമയമാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു 200 ആ സമയത്ത് ഷൂട്ട് അവിടെ നടക്കുന്നതുകൊണ്ട് അവിടുത്തെ ക്രൗഡ് മൊത്തം അതിരപ്പള്ളിയിലെ ഒരു മൊത്തം ആ പാലത്തിന്റെ മേളിൽ കാണാൻ നിൽക്കുകയാണ്. നല്ല സീൻ കാണാമല്ലോ എന്ന രീതിയിലാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയമാണ്. കാരണം നേരെ പോയ ഒരാളെ ഹഗ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു പെട്ടെന്ന് നമുക്കത് ഓക്കെ അല്ല. പക്ഷെ മേഘനയുടെ ഫാദർ പറഞ്ഞു, ശരിക്കും ഗൗതം, ഇത് ഇവിടെ ആതിരയും ശ്യാമും ഉള്ളൂ. ഫാദർ സെറ്റിലുണ്ടായിരുന്നു. പുള്ളി എൻ്റെ ടെൻഷൻ കണ്ടിട്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് ആതിരയും ശ്യാമും ഉള്ളൂ. തിയേറ്ററിൽ വരുമ്പം അവിടെ ഗൗതം ഇല്ല. അപ്പം ഇവൻ നല്ലതായി നമ്മൾ ഹഗ് ചെയ്തില്ലെങ്കിൽ ആ സീനിന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരു ഹഗ്ഗിങ് ഇല്ലേ. അപ്പം അത് നമ്മുടെ ഏറ്റവും അടുത്തവർ പോലും മോശമെന്ന് പറഞ്ഞു കളയും. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നു. അദ്ദേഹത്തിന് മേഘനയുടെ ഫാദർ അങ്ങനെ നമ്മളെ ഒരു അഡ്വൈസ് ചെയ്യാൻ കുഴപ്പമില്ല, കംഫർട്ടാണ്. അപ്പം പിന്നെ മേഘന ഭയങ്കര ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആ സമയം. കാരണം മേഘന ഓൾറെഡി 5ാമത്തെ ഫിലിം എങ്ങാണ്. പിന്നെ ആക്ട്രസിന്റെ മകളാണല്ലോ. ആ സമയത്ത് എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി കുറേ ഇത് ചെയ്തു. അപ്പം സാറിങ്ങനെ മൈക്കിൽ കൂടെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുക, കൈ ഓടിക്കുക എന്നൊക്കെ പറയുന്ന. അപ്പം ആ സമയത്ത് ടെൻഷനായിരുന്നു. പക്ഷെ പിന്നെ പോകെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക എന്ന് പറയില്ല. നമുക്ക് സെറ്റും എല്ലാം നമ്മൾ കംഫർട്ട് ആകുന്ന സമയമുണ്ട്. പിന്നെ നമുക്ക് ആസ്വദിച്ചു തുടങ്ങും. ഓരോ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ത്രില്ലാണ്. ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തു. ആ ഒരു ലാസ്റ്റ് അവൾ ആ യക്ഷി ഇങ്ങനെ പോകുക എന്ന് പറയുമ്പം അവള് ആകാശത്തൊന്നുമില്ല ആക്ച്വലി. പക്ഷേ അവൾ ആ ആകാശത്തുണ്ട്, അവൾ മറിഞ്ഞു പോകുക എന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ആ മ്യൂസിക് ഇടണമെന്ന് സാറ് ചോദിച്ചു. അപ്പൊ ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. മ്യൂസിക് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഉണ്ട്. പക്ഷെ അല്ല, ആ ഷൂട്ടിന് നമുക്കൊരു സപ്പോർട്ട് തരാൻ അപ്പൊ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാനപ്പോ അത് നമുക്ക് ആ സമയത്ത് നമുക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമുക്ക് ആ ഒരു ആകാശത്തോടെ പോവുകയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ട്രാക്കിലായി എന്ന് വേണേൽ പറയാം. അപ്പൊ ഈ മൂവി ഫാമിലി കണ്ടപ്പോ എങ്ങനെയാ പറഞ്ഞ റിയാക്ട് ചെയ്ത്? അപ്പൊ നേരത്തെ ഹഗ് സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവര് ആദ്യമായിട്ട് കാണുമ്പോ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു ഫാമിലിയുടെ? അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം അതും ഫൈറ്റും ഒക്കെ എല്ലാം ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇതിലെ നായിക മേഘന മാമിനോട് പിന്നെ അതിനുശേഷം കോണ്ടാക്ട്സ് അതിനുശേഷം കണ്ടിട്ടുണ്ടായിരുന്നു? കുറേ വർഷമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു. അങ്ങനെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ അമ്മ മീറ്റിങ്ങിന് ഇതിന് തൊട്ട് മുമ്പ് 2025 മീറ്റിങ്ങിന് മേഘന രാത്രി വന്നിരുന്നു. റിഹേഴ്സലിന്റെ ടൈമിൽ അനന്യ ഫ്രണ്ടാണ് ക്ലോസ്. അപ്പോൾ ആ സമയത്ത് വന്നിരുന്നു. അന്നാണ് ഒത്തിരി വർഷത്തിന് ശേഷം കാണുകയും സംസാരിക്കാനും പറ്റിയത്. ഇപ്പൊ ഈ യക്ഷിഞ്ഞ എന്ന സിനിമയിൽ ആദ്യത്തെ ഒരു റോള് തന്നെ ഒരു കള്ളുകൂടിയന്റെ ഒരു ഇതൊക്കെയാണ്. അപ്പൊ അത് പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് ഒരു കള്ളുകൂടിയൻ ആ ഒരു റോളിലേക്കാണ്, അപ്പൊ അത് അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഇതെന്തായിരുന്നു മനസ്സില്? ആക്ച്വലി എന്നെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടെങ്കിലും സാറ് ഓഡീഷൻ പോലെ ചെയ്യാന്ന് പറഞ്ഞു. എന്നെ ഓഡീഷൻ ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ ഒരു ബിയർ കുപ്പി കൈ തന്നിട്ടേ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നിർത്തി, ലൈവ് നിർത്തിയിട്ട് അകത്ത് ക്യാമറ വെച്ചു, ആരും ഹൈഡ് ചെയ്ത്. എന്നിട്ട് പറഞ്ഞു, കുറേ വർഷമായിട്ട് നീ ഇങ്ങനെ ചാൻസ് ചോദിച്ച് വരിക ഇവിടെ, എന്നിട്ട് സാറ് തരുന്നില്ല. ലാസ്റ്റ് സഹി കെട്ട അടിച്ച് കിണ്ണി വന്നിട്ട് സാറിനെ അങ്ങ്
തെറി വിളിക്കുക, ഇയാൾ എനിക്ക് ചാൻസും ഒന്നും തരുന്നില്ല എന്ന് പറയാനാണ് പറഞ്ഞ. ഒരു ബിയർ കുപ്പി എന്നിട്ട് പറഞ്ഞു നീ ചെയ്തു. ഇവരെല്ലാം അകത്ത് ഹൈഡായി നിന്നു. ക്യാമറ ഒരു ചെടിക്കകത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആരുമില്ല, വെളിയിൽ നോക്കി ആരുമില്ല. എന്നിട്ട് ഗേറ്റ് തുറന്നിട്ടിട്ട് ഒരു ബിയർ കുപ്പി തന്നു. നേരെ ചെന്നു ബിയർ കുപ്പി വെച്ചിട്ട് നേരെ അങ്ങ് ഷോ ചെയ്തു. നോക്കുമ്പോൾ അന്ന് ഈ സാറ് കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. ചുറ്റും ആൾക്കാർ ഇങ്ങനെ മതിലിൻ്റെ അവിടെ നിന്നൊക്കെ തല പൊങ്ങാൻ തുടങ്ങി. കാരണം സാറിനെ വന്ന് തെറി വിളിക്കുകയല്ലേ. അപ്പം അതായിരുന്നു. അപ്പം അന്നേ ആ ഒരു കള്ളുകുടിയനാണ്, ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുന്നതാണ്. ആ ഒരു സോങ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു യക്ഷി ഞാനിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സോങ് ആ മറ്റേ പൊന്മാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായികയുടെ ഒരു പിന്നെ വൃന്ദാവനം ഉണ്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സോങ് ആണ് യക്ഷി ഞാൻ എന്നുള്ള. അത് എങ്ങനെയായിരുന്നു ആ ഒരു സോങ്ങിന്റെ ഒരു സെറ്റ്? അത് അതിരപ്പള്ളിയിലായിരുന്നു. അതിരപ്പള്ളിയിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? അതിരപ്പള്ളി നല്ല മനോഹരമായ ലൊക്കേഷനല്ലേ. അതിനകത്ത് ശരിക്കും ആ സെറ്റൊക്കെ ഇട്ട് ഒരു വഞ്ചി പോകുന്നത് പോലൊക്കെ ചെയ്തു. പക്ഷെ അതിന്റെ അകത്ത് നിന്ന് ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനകത്ത് കൂടുതലും എനിക്ക് പൊന്മാനെ എന്നുള്ള ഇതിനകത്ത് എനിക്ക് ജസ്റ്റ് കാണുന്നത്. മേഘനയ്ക്ക് ഒരുപാട് പെർഫോം ചെയ്യാനും മേഘന നല്ലതായിട്ട് ചെയ്ത ഒരു പാട്ടാണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നായകന്റെ സൗണ്ട് ഒറിജിനൽ ആണോ ഡൂപ്പ് ആണോ എന്നുള്ളത്, ഇത് ഡബിങ് ആണോ എന്നുള്ളത്. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ സൗണ്ട് കേട്ടപ്പോഴാണ് ഇപ്പൊ മനസ്സിലായത് ഇത് ശരിക്കുള്ള സൗണ്ട് ആണെന്നല്ലേ. ഇപ്പൊ ഡബിങ് വേണ്ട, ശരിക്കുള്ള സൗണ്ട് മതി എന്ന് പറഞ്ഞായിരുന്നു അവിടുന്ന്. ആക്ച്വലി ഡബ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആദ്യത്തെ ഇതാകുമ്പോൾ സാധാരണ ആളെ വെച്ചിട്ടായിരിക്കും ഡബ് ചെയ്യാൻ മോസ്റ്റ്ലി. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പം അന്ന് പറഞ്ഞടാ നിന്റെ അപ്പം അസോസിയേറ്റ് ആരോ ഒക്കെ പറഞ്ഞു നമുക്ക് ഡബിങ് ആളെ വെച്ച് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം നീ കുറച്ചും കൂടെ വോയിസ്, കാരണം ഒരു ഗുണ്ടയല്ലേ, ബേസ് വോയിസ് വേണം. അപ്പം 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 ഞാൻ പറഞ്ഞു സാറേ അപ്പം എന്ത് ചെയ്യാം? ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയിട്ട് ഇരട്ടി മധുരമൊക്കെ കഴിച്ച് എന്ന് കേട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. നമ്മളൊന്നപ്പം എങ്ങനെയും എനിക്ക് ഡബ് ചെയ്യണം എന്നുള്ള ഒരു ഫീൽ നമുക്കത് ചെയ്യാം. അപ്പം അതിനെന്ത് ചെയ്യാം? അപ്പം ഞാൻ സാറുണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം. അപ്പൊ ഞാൻ ഇരട്ടി മധുരം അതിനെന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് സൗണ്ട് ബാസ് ആക്കാൻ വേണ്ടി ഒക്കെ കഴിച്ച്. പക്ഷെ എന്തോ സാറ് പറഞ്ഞു ചെയ്യാം, വോയിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് ശേഷം മേഘനായിട്ട് ഒരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, രഘുവിന്റെ സ്വന്തം റസിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കാസ്റ്റും ആ ഒരു സ്റ്റോറിയൊക്കെ? അതിൽ മെയിൻ ഞാനല്ല ചെയ്തത്, ഹീറോ ചെയ്തത്. അതെന്താണ് ശരിക്കും അത് ആ ഒരു മൂവിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എന്താ പറയാ ഭയങ്കര കംഫർട്ട് എന്ന് പറയത്തില്ലേ. മീൻസ് സാറാണെങ്കിലും മേഘനയാണെങ്കിലും സാറാണെങ്കിലും സാറിന്റെ ഒരു ഇതാണെങ്കിലും നമുക്ക് ഒരു ഭയങ്കര പരിചിതമായ ഒരു സെറ്റിൽ പോയി നമുക്ക് കുറച്ചുകൂടെ ഈസി ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സാറിന്റെ മൂവിയാണ്. ഓക്കെ, ഇപ്പം വിനയൻ സാറിന്റെ ഒട്ടുമിക്കതും പ്രേതങ്ങളുടെ മൂവിയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ട്രോള് കണ്ടു ദൃശ്യത്തിന്റെ. ഇപ്പൊ ദൃശ്യം 3 വിനയൻ സാറാണ് ചെയ്യുന്നതെങ്കിൽ വരുണിന്റെ പ്രേതം വരിക അങ്ങനെയുള്ള ഒരു സീക്വൻസിന്റെ ട്രോള് ഞാൻ കണ്ടു. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയുക? അങ്ങനെ ഒരു ട്രോളൊക്കെ വരുന്ന കാണാം. ഇപ്പൊ ഏത് സിനിമ എടുത്താലും വിനയൻ സാറാണ് ചെയ്യുന്നെങ്കിൽ ഒരു ഹൊറർ ലവ് സ്റ്റോറി ആയിട്ട് ഇറക്കും എന്നുള്ള ഒരു ഇത് ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറയട്ടെ, വിനയൻ സാറും യക്ഷി മൂവികൾ ചെയ്യുന്നതാണ് ഹിറ്റായി കുറെ ആയിരിക്കുന്നത്. പക്ഷെ സാറ് എത്രയോ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഹൊറർ മൂവി എന്ന് പറയുമ്പോഴും ഇപ്പോഴും മലയാളികൾക്ക് മൈൻഡ് വരുന്നത് വെള്ളി നക്ഷത്രം, യക്ഷി ഞാനും, ഇങ്ങനത്തെ കുറെ സിനിമകളൊക്കെ സാറിന്റെ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന കൂടുതലും യക്ഷി ഞാൻ അല്ല യക്ഷി ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കാം, അതെന്തോ അങ്ങനെ ആയിരിക്കും. പക്ഷെ സാർ ഒത്തിരി വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഓക്കെ, അപ്പൊ ഇതില് യക്ഷി ഞാൻ മൂവിയില് മേഘന മാത്രമല്ലായിരുന്നു, കുറെ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, തിലകൻ, സ്ഫടികം, പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തത്? കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മെമ്മറീസ്? തിലകൻ സാറുമായിട്ടൊക്കെ പറയാം എന്താ പറയാ, അതേപോലെ ഒരു ലെജൻഡറി ആളുടെ കൂടെ ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിനോടുള്ള എക്സ്പീരിയൻസ്, അദ്ദേഹം എങ്ങനെയാണ് ആക്ട് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം കുറേ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു നമ്മളോട് കെയർ ചെയ്ത് പറഞ്ഞു തരും ഇങ്ങനെയാണ്. പക്ഷെ തിലകൻ സാറായിട്ട് എനിക്ക് ഒരു പക്ക കോമ്പിനേഷൻ ക്ലോസ് ആയിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ പോലും, പക്ഷെ അല്ലാതെ ഫ്രീ ടൈമിൽ സാറുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പം ഭയങ്കര നല്ല ഇതാണ്. അതുപോലെ സ്പടികൻ ആണെങ്കിലും
ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ്. കാരണം പിന്നെ മാളച്ചേട്ടൻ, ഇന്ന് അവരൊന്നും ഇല്ല, ഈ മാളച്ചേട്ടനും തിലകേട്ടനും ഇല്ല. പക്ഷെ അവരോടൊക്കെ നമുക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റി, അല്ലെ അവരോട് 2 വർത്തമാനം പറയാൻ പറ്റി. സീനിയർ ആയിട്ടുള്ള പിന്നെ ഒരു ആക്ടർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പം ശരിക്കും നമുക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഒരു വലിയൊരു ആക്ടർ ആകണം എന്നുള്ള ഒരു അംബീഷനോടെ ഒരു 6ാം ക്ലാസ് മുതൽ ചിന്തിച്ച് ഞാൻ ഫോട്ടോ അയച്ച ആളാണ്. 6th സ്റ്റാൻഡേർഡ് തൊട്ടേ ഒരു എയിം ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ അയക്കുന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ തുളസീദാസ് സാറിന് വേണ്ടി അയച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ട് ചെയ്തത് അതാണ്. അന്ന് കുഞ്ഞായ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ സംഭവം. അന്ന് മുതലേ നമുക്കൊരു സിനിമയിൽ ചെയ്യണമെന്നുള്ളൊരു പാഷൻ ഉണ്ട്. യക്ഷി ഞാൻ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ആക്ച്വലി ഞാൻ വിനയൻ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2. കാരണം ഇന്നും ഈ ആൾക്കാർ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇന്നും സൂര്യ ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്നെ വിളിച്ച് അല്ലെങ്കിൽ അതിന് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഒരു പാർട്ട് 2 വേറൊരു ഡയമെൻഷൻ എടുത്താൽ നല്ലതായിരിക്കില്ലേ. പിന്നെ ഈ അടുത്ത സമയത്ത് ചിന്തിച്ചു റീ റിലീസ് ചെയ്താൽ, അറിയില്ല ഒരുപാട് അത്ര വലിയൊരു സംഭവം എന്നൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു പാർട്ട് 2 എടുത്താൽ കൊള്ളാമെന്ന് ഞാൻ ചിന്തിച്ചു. വേറൊരു ഡയമെൻഷൻ, ഇവൻ ഇങ്ങനെ എന്താ അവിടെ പോയി വേറൊരു ഡോണായി മാറുമോ. ഒരു ഹൊറർ മൂവി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആകാശഗംഗ, അതിന്റെ ഒരു 2 ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും 2 അല്ലേ ഞാൻ ചിന്തിച്ച അങ്ങനല്ല. ഇപ്പം ഈ ക്യാരക്ടറിന് ആ മോതിരം ഇട്ടപ്പോൾ ഒരു അമാനുഷിക പവറുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം പുതിയ ഈവൻ ലോകയാണെങ്കിലും അവർക്കൊക്കെ ഒരു എനർജി പവർ അല്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു എക്സ്ട്രാ പവർ ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയി നിൽക്കുകയല്ലേ. ആ യക്ഷിയുടെ ഒരു പ്രസൻസിൽ ആ മോതിരം ഇട്ടപ്പോൾ കിട്ടിയ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവൻ അത് വെച്ചിട്ട് എന്തും ചെയ്യാം അല്ലേ. അപ്പൊ ആ രീതിയിലൊരു കോൺസെപ്റ്റിൽ ഒരു ഡയമെൻഷനിൽ ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയാൽ ഇല്ല. ഞാൻ എനിക്കിങ്ങനെ തോന്നി ഇനി നമുക്ക് കഥ എഴുതി ഒന്ന് പരിചയപ്പെട്ടാലും ഇങ്ങനെ കഥയൊക്കെ എഴുതി ഒരു സിനിമ എടുക്കാൻ അങ്ങനെയൊക്കെ തോന്നി. ഇപ്പൊ നമ്മള് കഥയൊക്കെ എഴുതി ഉണ്ടാക്കിയാലേ പറ്റത്തുള്ള, അല്ലാതെ അവസരമായിട്ട് നമുക്ക് കിട്ടണ്ടേ. ഇപ്പം അവസരങ്ങൾ എവിടെയെങ്കിലും ചോദിച്ചു നിൽക്കാണ്ട് എനിക്കിപ്പോ കിട്ടും. യക്ഷി ഞാൻ മൂവി കഴിഞ്ഞപ്പോ അത്രയും ഒരു ഹിറ്റ് മൂവി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളം ചെയ്തു. എന്നാലും കുറച്ചുകൂടി കുറച്ചുകൂടി അവസരങ്ങൾ വേണമായിരുന്നു ആ ഗ്യാപ്പിനിടയിൽ തോന്നിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും. ആ സമയത്ത് നമ്മളിങ്ങനെ നിൽക്കും, ഓ ഇവിടെ എന്താ പറയുക, ഞാനിങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഏറ്റവും അടുത്തവരോട് നമ്മൾ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ഏറ്റവും വലിയ വിരോധിയായി മാറും. അങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല. പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ചാൻസ് ചോദിക്കുന്നത് ഓക്കെ ആണോ. അപ്പം നമ്മളുള്ള ബന്ധം കൂടെ കളയുന്നത് എങ്ങനെയാ. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ പേര് പറയുന്നില്ല, വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങളുടെയൊക്കെ പ്രൊഡ്യൂസറാണ്, ഭയങ്കര ഫ്രണ്ടാണ്. അപ്പം ഒരു വലിയൊരു ഡയറക്ടറെ പരിചയപ്പെടുത്താൻ വേണ്ടി എങ്ങനെ ചോദിച്ചു, ചേട്ടാ എന്നാ എനിക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടും. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പുള്ളി അടുത്ത് നിൽക്കുക, ചേട്ടാ പുള്ളിയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. എന്ന് പറയാം, ചേട്ടാ നിനക്കേ സൗന്ദര്യം കൂടുതലാണെന്നാ പറയുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു സംതിങ് വിയേർഡ്, അതായത് അങ്ങനെയൊക്കെ പറയാന്ന് പറയുന്ന ആലോചിച്ച് ചോദിക്കും. നമുക്ക് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഇനി എന്തെങ്കിലും ഒരു ഞാൻ ചേട്ടന്റെ പേര് അല്ല, നിനക്ക് നീ മലയാളത്തിന് പറ്റിയ ആളാ, നീ വല്ല തെലുങ്കോ തമിഴോ ഒക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മീൻസ് ലൈക്ക് അങ്ങനെ തമിഴിലോട്ട് പോയി. അപ്പൊ ഞാൻ വെച്ചാൽ തമിഴ് പോയി ചെയ്യാം എന്നാ പിന്നെ തമിഴിലോട്ട്. അങ്ങനെ തമിഴിലൊന്ന് ട്രൈ ചെയ്തു. തമിഴിനപ്പം ചെയ്തൊരു നമ്മുടെ ശങ്കരേട്ടൻ ഡയറക്ട് ചെയ്തൊരു പടം, പിന്നെ ലാസ്റ്റ് ഒരു വേട്ടനായ എന്ന് പറഞ്ഞ ആർ.കെ. സുരേഷിനോട് ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ആ നമ്മള് മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അതിലോട്ട് സംഭവം പിടിച്ചില്ല. ഇപ്പം പുതിയ ആൾക്കാരാണ്. ഇപ്പം ഞാൻ അതിനുശേഷം കുറേ ആൾക്കാരെ വിളിച്ചു, കുത്തിയിരുന്ന് വിളിച്ചു. ഇനി നമ്മളിനി ഇപ്പം ചോദിക്കാത്തത് കൊണ്ടാണ് ഇനി അത് അങ്ങനെ നമുക്ക് ഉള്ളിൽ തോന്നുന്നില്ല, നമ്മുടെ ഒരു 100% കൊടുത്തില്ല എന്നുള്ളൊരു ഗിൽറ്റ്. അപ്പം ഞാൻ വിളിച്ചു തച്ചിനിരുന്ന് വിളിക്കാം. ഒരു സമയം ഇരുന്ന് കുത്തിയിരുന്ന് ഒരു 150 പേരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും പുതിയ ആൾക്കാർ. അയ്യോ ബ്രോ അറിയാം, പിന്നെ ഇപ്പം പുതിയ ആൾക്കാരാണല്ലോ. അപ്പം അവർക്കൊക്കെ യക്ഷി ഞാനെന്ന് പറയുമ്പോൾ അറിയാം ബ്രോ, അയ്യോ അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം കേട്ടോ, നിങ്ങളെ ചില സമയത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു,
ഭയങ്കര റെസ്പെക്റ്റോടെ പുതിയ ഡയറക്ടേഴ്സ് എല്ലാം സംസാരിക്കും. പിന്നെ എനക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാവില്ല. പക്ഷെ എന്താ പറയുക, ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ 1-2 പേരൊക്കെ കാണുമ്പോഴത്തേക്കായിരിക്കും ഒരുപക്ഷെ അവരെയും കുറ്റപ്പെടില്ല. കാരണം അവർ എല്ലാവരും തിരക്കുള്ളവരാണ്. നമ്മൾ ആ ഒരു കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, റിമൈൻഡ് ചെയ്യിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയയിലോ നമ്മൾ വിസിബിലിറ്റി ഉണ്ടാക്കേണ്ടതുണ്ടായിരിക്കാം മേ ബി. കാരണം അത് അവരെ ഒന്നും പറയണ്ട, കാരണം ഒരു കാസ്റ്റിംഗിന്റെ സമയത്ത് അവർ ഓർക്കണമെന്നില്ല. അതായിരിക്കാം മെയിൻ കാര്യം. നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം തീർച്ചയായിട്ടും. ഇങ്ങനെ മൂവി കിട്ടാതിരുന്ന സമയത്ത് ആരെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും ബ്രോ എനിക്കൊരു സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു തരുമോ, ബ്രോ സിനിമയിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എത്രയോ പേര്. കാരണം അവരുടെ വിചാരം ഭയങ്കര സംഭവത്തിൽ നിൽക്കുകയാണല്ലോ. പക്ഷെ അങ്ങനെ അവർക്കറിയത്തില്ല. അവരെ സംബന്ധിച്ചോളം നമ്മുടെ എത്രയും എത്തിയാൽ മതി എന്നുള്ളതായിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെയാണല്ലോ ഓരോ ആൾക്കാരെ കാണുമ്പോൾ. അപ്പൊ ഞാൻ മനസ്സിലാക്കും, ഈശ്വരൻ നമ്മളെ ശരിയായിട്ട്. പക്ഷെ എങ്കിലും അങ്ങനെ പറയുന്നവരെ ഞാൻ കേൾക്കും കേട്ടോ. കാരണം അവരുടെ വിഷമം നമുക്കറിയാം. പക്ഷെ എന്നിട്ട് ഏതെങ്കിലും ഇത് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കും, ഇന്ന ഒരു കാസ്റ്റിംഗിന്റെ നടക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. കാരണം ആരും ഇത് ചെയ്ത് വിടത്തില്ല. പണ്ടൊക്കെ ഓഡീഷൻ ഭയങ്കര പാടായിരുന്നു. നേരത്തെ പറഞ്ഞ 200 ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് വിനയൻ സാർ ഒരാളെ എടുക്കുന്നത്. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ തന്നെയാണ് മൂവീസിലോട്ട് വരുന്നത്. അത് കാണാറുണ്ടോ? റീൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മൂവീസിലോട്ട് വരുന്നു. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിലൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ? ആ പഴയ ഒരു സിസ്റ്റമേ മാറി ഇല്ലേ. ഇപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിസിബിലിറ്റി, അതൊരു മെയിൻ ഘടകമായിരിക്കാം. കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളവർ എങ്ങനെ സിനിമ വരുന്നു? വിസിബിലിറ്റി ഇല്ലേ. അവര് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇവൻ പുതിയ ജനറേഷൻ ആൾക്കാർ ഫുൾ സ്ക്രീനിലാണ് അല്ലേ. നമ്മളെല്ലാവരും സ്ക്രീനിലാണ്. ഒരു സമയമെങ്കിലും നമുക്ക് മൊബൈൽ മാറ്റാൻ പറ്റുമോ? അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഫിഗറുകളെ അവരുടെ മനസ്സിൽ കിട്ടുന്നു. ഇന്ന ക്യാരക്ടർ ചെയ്ത മേ ബി അതായിരിക്കണം ഇനി വേണ്ടത്. ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു വീഡിയോ ഇട്ടു, ഞാൻ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാന്ന്. പിന്നെ അത് കണ്ടു. അതെ ഞാൻ 2023 കണ്ടാ തോന്നുന്നു. ഭയങ്കര എല്ലാരും കണ്ടപ്പോ ഇനിയിപ്പൊ അങ്ങനെ വല്ലതും അങ്ങോട്ട് തുടങ്ങാം. ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് പിന്നെ ഒരു അനക്കില്ല. എന്റെ പൊന്നങ്ങുന്നേ പിന്നില്ല. ഒരു പഞ്ചായിരുന്നു ആ ഒരു വീഡിയോ. ഞാൻ ഇനി സോഷ്യൽ മീഡിയയില് ഇനി യൂട്യൂബിലൊക്കെ നമുക്ക് തോന്നില്ല മറ്റേ സംഭവം ഇത് അങ്ങനെ ചെയ്താൽ ശരിയാകുന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം അങ്ങ് തുടങ്ങും. പക്ഷെ എന്താണ്, ഞാനൊരു മെന്റൽ ഹെൽത്തിന് വേണ്ടി ഇത് ഈ പറയുന്ന ഈ എന്നാ ചാൻസ് കിട്ടാതെ അലഞ്ഞ് ഇതെല്ലാം കിട്ടാതായത് എന്നെ ഒരു സംഭവത്തിൽ കൊണ്ട് എത്തിച്ചു കേട്ടോ. ഈ ഒരു കാലയളവ് നമ്മുടെ മൈൻഡ് എന്താണ് മൈൻഡ്, ഈ എല്ലാവരും നമ്മൾ രാവിലെ മുതൽ ഇഡലിപ്പുട്ട് ദോശയും കഴിച്ചിട്ട് എന്തെങ്കിലും പണിയും തിന്നിട്ട് പണ്ടാരടങ്ങി മരിക്കാനല്ല വന്നിരിക്കുന്നത്. ദർ ഇസ് എ പർപ്പസ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്തു, ഓരോ ആൾക്കാരൊരു ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെയോ കഴിയുന്നു, രാത്രി കിടക്കുന്നു, അല്ല സീരിയസ്ലി പറയാ, നമ്മള് വെരി സീരിയസ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാ വന്നതെന്ന്? ഇപ്പം എന്തിനാണ് എന്നെ ഇങ്ങനെ ഡിലേ ചെയ്തത്? ദർ ഇസ് എ പർപ്പസ്. യൂണിവേഴ്സിനൊരു പർപ്പസ് ഉണ്ട്. വെരി സീരിയസ്. ഈ ഒരു കാലയളവിൽ ഞാൻ എന്നെ അങ്ങനെ ടേൺ ചെയ്യിക്കുക, നമ്മളെ ഡിലേ ചെയ്യിക്കുന്നതിൽ, നമ്മളെ ചാൻസ് തരാതിരിക്കുന്നതിൽ ദർ ഇസ് എ റീസൺ. ഞാനത് ഫൈൻഡ് ചെയ്യുമായിരുന്നു, എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് നമ്മളെ ഒരിക്കലും ഇല്ലാതാക്കാനല്ല. അപ്പൊ ആ ഗ്യാപ്പിൽ എന്താണ് ചെയ്തത്? ഞാൻ ഒരുപാട് കോഴ്സുകളൊക്കെ ചെയ്തു. അതായത് എങ്ങനെ, കാരണം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, നമുക്ക് ഡ്രൈവ് വേണം ഇല്ലേ. നമുക്കൊരു ഗോളുണ്ട്, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു പെയിൻ അതെങ്ങനെ ഓവർകം ചെയ്യാം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പോയി ഇല്ലേ. മനസ്സിന് നമുക്ക് പിടിച്ചു നിൽക്കാനൊരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ, മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് മൈൻഡ് എങ്ങനെ നമുക്ക് നന്നാക്കി നിർത്താം. കാരണം നമ്മൾക്ക് ഈ എല്ലാവരും ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നു, പക്ഷെ ഈ നിമിഷമാണുള്ളത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, താൻ കേൾക്കുന്നു. ദിസ് ഈസ് ദ മോമെന്റ് ലൈഫ്. പക്ഷെ എല്ലാവരും എന്തോ കിട്ടിയിട്ട് ജീവിക്കാനിരിക്കുക. അത് അച്ചീവ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഹാപ്പി. ആക്ച്വലി താൻ 10 വർഷം മുമ്പ് ചിന്തിച്ച സ്ഥലത്ത് എപ്പോൾ നിൽക്കുന്നേ. ഫിനാൻഷ്യലി ആണെങ്കിലും സിറ്റുവേഷനിലാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആ 10 വർഷം മുമ്പത്തെ ആളല്ല. പക്ഷെ 10 വർഷം മുമ്പുള്ള അതേ ടെൻഷനിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പം എന്തോ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇല്ലേ. ആദ്യമേ ആ ഒരു ചെറിയ ലൈഫാണുള്ളത്. സിനിമ കാണുന്നത് 2.5 മണിക്കൂർ സ്പാം നമ്മൾ സിനിമ കാണുന്നു. അതിനകത്ത് രാവിലെ തുടങ്ങി ഒരു പരിപാടി തുടങ്ങി, അടി വഴക്ക വെട്ട കുത്ത എല്ലാ പരിപാടിയും കഴിഞ്ഞ് പരിപാടി തീരുന്നു. ഇതുപോലെ നമ്മുടെ ലൈഫ്. ഇപ്പം എത്ര വർഷം, 80 വയസ്സോ 90 100 വയസ്സായിക്കോട്ടെ, 100 വയസ്സുള്ളൊരു ഫിലിമാണ് സിനിമ. ഒരു സീനാണ് ഇപ്പം നടക്കുന്നത്.
അപ്പം നമ്മൾ എന്തിനാ വന്നത്? അപ്പം നമ്മൾ ആ ഹാപ്പിയായി ജീവിക്കാൻ പറ്റണം. ഗോളിന് പുറകെ ഓടിക്കോ, എല്ലാത്തിൻ്റെ പുറകെ ഓടിക്കോ. പക്ഷെ ഈ ദിവസം എന്ന് പറയുന്നുണ്ട്, ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ പറ്റണം, ഹാപ്പിയായി ഇരിക്കാൻ പറ്റണം. ഡിപ്രഷനിലാണ് മനുഷ്യനെല്ലാം ഓടുന്നത്. എല്ലാം ഉണ്ട്, അവന് ഫോണുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പക്ഷെ അവൻ ഹാപ്പി അല്ല. അപ്പം അതിനു വേണ്ടി എങ്ങനെ നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും? മൈൻഡ് ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ ഹാർഡ്വെയർ ആണ് ബോഡി എങ്കിൽ മൈൻഡ് സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി. ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ പ്രോഗ്രാംഡ് ആണ്. എവറി ഡേ സെലിബ്രേഷനാണ് ആക്ച്വലി. എവറി ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ എന്നും ഇരുന്ന് ചിന്തിച്ച് പെർ ഡേ 60,000 തോട്ട്സ്. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ തലയിൽ വരുന്ന തോട്ട്സ് 60,000. 95% റിപ്പീറ്റഡ് തോട്ട്സ്, 85% നെഗറ്റീവ് തോട്ട്സ്. ഇതാണ് ഒരു മനുഷ്യൻ. ചുമ്മാ അടിച്ചു നോക്കിക്കോ ഗൂഗിളിൽ, ഇതാണ് ഒരു മനുഷ്യൻ. ഈ 85% നെഗറ്റീവ് തോട്ട്സ് എന്ന് വെച്ചുകൊണ്ടാണ് ഇവന് ഓരോ തീരുമാനം എടുക്കുന്നത്, പൊട്ട തീരുമാനങ്ങളിൽ പോയി പെടുന്നത്. മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? നേരത്തെ സമയം തിരക്ക്. ഇതാണ് ആക്ച്വലി മനുഷ്യന് എന്താണോ വേണ്ടത് അത് ചെയ്യാതെ ബാക്കി ഓടുക, പുറത്തോട്ടാണ് ഓടുന്നത്. നമ്മൾ എൻജിനീയറിങ്ങിന് 4 വർഷം പോയി പഠിക്കും. നമ്മുടെ മനസ്സിൻ്റെ എൻജിനീയറിങ് പഠിച്ചോ, നമുക്ക് നേടേണ്ടത് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ സംഭവം പറഞ്ഞിട്ട് അമ്മൂമ്മ പറയല്ലോ, നായ നടന്നിട്ട് ഫലമുണ്ടോ, നായ്ക്കിരിക്കാൻ ഓട്ട. നമ്മൾ ആരാണ് നമ്മളോട് നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട്, നമ്മളെ കേക്ക്. നീ എങ്ങോട്ടാണ് രാവിലെ പോകേണ്ടത്? എവറി സെക്കൻഡ് നമ്മളെ യൂണിവേഴ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവന് കിളി പോയെന്ന് വിചാരിക്കും, പക്ഷെ സീരിയസ്ലി അറിയാം എന്താ ഈ പറയുന്നത്, ഇവനെന്താ ഇവന്റെ കിളി പോയി, ഈശ്വരായി പടം കിട്ടാതെ ഇവൻ നാട്ടിൽ കാണുന്ന ഇവന് കിട്ടാതെ ദൈവമേ എങ്ങനെ നടന്ന മനുഷ്യനാ. ഈശ്വര ആരെങ്കിലും പടം ഇവന് കൊടുക്കും, ഇല്ലെങ്കിൽ ഇവന്റെ കിളി കിട്ടും. അങ്ങനെയല്ല, ഞാൻ വെച്ചിട്ട് വല്ല മെന്റലിസം പഠിച്ചോ, കോഴ്സ് പഠിക്കാൻ പോയെന്ന് പറഞ്ഞില്ല എനിക്ക് ഡിപ്രഷൻ മാറാൻ. അപ്പൊ ഞാൻ വെച്ചിട്ട് മെന്റലിസം വല്ലതും പഠിച്ചിട്ട് എല്ലാരും മോട്ടിവേഷൻ ചെയ്യുന്ന. അല്ല, ഞാൻ അതിന് മനസ്സിലാക്കിയത് നമുക്ക് ട്രെയിൻ ചെയ്ത ആൾക്കാരെ ഹാപ്പി ആയിരിക്കാനുള്ള അത് അവർക്ക് അറിയില്ല. ഇപ്പൊ മെഡിറ്റേഷൻ എന്താണെന്ന് അറിയില്ല. എന്നിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഒരു ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ട്, എനിക്ക് ഡിപ്രഷനൊക്കെ. അപ്പൊ അവര് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ നമുക്ക് രാവിലെ എണീക്കുമ്പോ പിന്നെ അങ്ങ് മടി, പിന്നെ അങ്ങ് ജോലിക്ക് വരണ്ടേ, നേരത്തെ എണീക്കണ്ടേ ഈ പ്രോസസ്സിനൊക്കെ. എനിക്ക് ഉറക്കം വരും, അതാണ് സംഭവം. അവിടെയാണ് ഏറ്റവും വലിയ. അതായത് എല്ലാ മനുഷ്യരും ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം രാവിലെ കുളിച്ച് അങ്ങനെ പോയി യോഗ മാറ്റിലൊക്കെ ഇരുന്ന്, നോ, തനിക്ക് രാവിലെ കുളിക്കുകയും വേണ്ട, പല്ല് കേൾക്കാൻ വേണ്ട, ഒന്നും വേണ്ട. രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് 10 മിനിറ്റ്സ് ജസ്റ്റ് ബ്രീത്ത് ഒബ്സർവ് ചെയ്തിരിക്കാൻ പറ്റി, ഇറ്റ്സ് എ മെഡിറ്റേഷൻ. അവനവനെ കേൾക്കുന്ന സമയമാണ് മെഡിറ്റേഷൻ. പിന്നെ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിന്തയിൽ കുറേ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മളിങ്ങനെ ഈ പറഞ്ഞ 85% നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്താ, നമുക്ക് പാത്ത് ഇങ്ങനെ റൂട്ട് ക്ലിയർ ആക്കി തരും. എടാ നീ ഇതുവഴി പൊക്കോ. മറ്റത് നമ്മൾ ഓടിയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സീരിയസ്ലി പറയാ, ഇത്ര നന്നായിട്ട് ഓടി എന്താണ് ശരിക്കും അച്ചീവ് ചെയ്തത്? നമ്മളൊരു ഹാപ്പി ആണോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു 100% ഹാപ്പി ആണോ എന്ന് പറയുന്ന. 100% ഹാപ്പി അല്ല. അങ്ങനെ ഹാപ്പി ആണെങ്കിൽ അംബാനി എങ്ങനെ ആവണം, അത്രയ്ക്ക് ഹാപ്പി ആവണം. എന്തുകൊണ്ടാണ്? ശരി, അങ്ങനെയാണെങ്കിൽ അംബാനി ഹാപ്പി ആണോ? ഇത്രയും പൈസ ഉള്ള ഒരാളല്ലേ, അപ്പൊ എന്തായാലും ഹാപ്പി ആവത്തില്ല. ഞാൻ പഠിച്ച ലൈഫിൽ നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ പൈസ വേണം. അങ്ങനെയാണെങ്കിൽ പുള്ളി ഹാപ്പി ആയിരിക്കും എന്നായിരിക്കും അല്ലേ? ശരിക്കും അങ്ങനെ പൈസ ഉള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കുമോ? ഒരു 80%, 90% ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആകും എന്നാണ് ഞാൻ പഠിച്ചത്. അതെ, ശരിക്കും ഞാനും എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഒരു 90% പൈസ കൊണ്ട് കാര്യങ്ങൾ. ഇപ്പം ചില രോഗങ്ങളുടെ കാര്യം പറയും. ഈ രോഗങ്ങൾ വരുവാണെങ്കിൽ നല്ല സ്ഥലത്ത് ട്രീറ്റ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും പൈസക്ക് വലിയൊരു കീ റോളുണ്ട്. പൈസ നമ്മളെ പല പാഠങ്ങൾ പഠിപ്പിക്കും. ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മണിയാണ്. അത് നമ്മുടെ ബന്ധങ്ങൾ പഠിപ്പിച്ചു തരും, നല്ല ബന്ധങ്ങൾ എന്താന്ന് കാണിച്ചു തരും. കടം ചോദിച്ചാൽ അപ്പം വിവരങ്ങൾ അറിയാം. ശരിക്കും നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാകണമെങ്കിൽ പൈസ ഇല്ലായ്മയിൽ നമ്മളുടെ അവസ്ഥ എത്തണം. ശരിക്കും നമുക്ക് ആരുണ്ട്, തീർച്ചയായിട്ടും ഭയങ്കര ഒരു കീ റോള് തന്നെയാണ്. ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം അത് തന്നെയാണ്. ഈ മെൻ്റൽ ഹെൽത്തിനോടൊപ്പം തന്നെ അവർക്കൊരു ഏർണിങ്സും കൂടെ കിട്ടുക. സാധാരണ ആൾക്കാർക്കൊരു മണി എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും.
അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? ഞാനിപ്പോ കുറച്ചേരം ഇങ്ങനെ വേറെ ഏതൊരു ലോകത്തായിരുന്നു കുറെ സംസാരിച്ചു. എന്നുവെച്ചാൽ അങ്ങനെ നമ്മളിപ്പോ ഒരു മെന്റലിസത്തിന്റെ അടുത്തൊക്കെ സംസാരിക്കത്തില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ, പക്ഷെ അത് കേൾക്കാൻ നമുക്കൊരു രസമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സൈഡ് ചേട്ടനുണ്ട്. നമ്മളെന്ത് പ്രതീക്ഷ ഇന്നത്തെ ഇന്റർവ്യൂ മൂവിയുടെ വിശേഷങ്ങൾ, പക്ഷെ ഒത്തിരി കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തന്നു. നമുക്കത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പൊ എന്താ പഠിച്ചത്? മെന്റലിസം വല്ലതും പഠിച്ചിട്ടുണ്ടോ? മെന്റലിസം അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വലിയ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കോഴ്സുകൾ അതിൻ്റെ ഒരു ഏറ്റവും കൂടിയ ലെവൽ വരെ ചെയ്തിരുന്നു. അതിൻ്റെ ടീച്ചർ ലെവലാകുന്ന കുറച്ച് മൈൻഡ് ഓക്കെ ആവാനാണോ കോഴ്സ് പഠിച്ചത്? തുടക്കത്തിൽ അങ്ങനെയാണ്. എനിക്കിഷ്ടമായിരുന്നു അങ്ങനെ ഒരു സ്പിരിച്വൽ സംഭവങ്ങളുടെ കുറേ ജേണികൾ അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്തു. സ്പിരിച്വൽ എന്താണ് ഒരു തേടലാണ്, എന്താണ് ലൈഫ്. താൻ പറയുന്ന പോലെ ഓരോ ആൾക്കാർക്കും ഓരോ വിഷയങ്ങളാണ്. നമ്മൾ പറയുന്ന പൈസ ഉള്ളവർക്കും പൈസയുടെ പ്രശ്നം അവരുടെ വിഷയങ്ങളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. കാരണം അത് ഞാൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചൊന്നുമല്ല. ആക്ച്വലി സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇത് ഞാൻ പഠിച്ചിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യണം എന്ന് എൻ്റെ ഡിസ്റ്റന്റ് തോട്ടിൽ പോലുള്ള കാര്യമില്ല. ഞാൻ സിനിമ കാര്യങ്ങൾ പോകണം അങ്ങനെ ചിന്തിച്ച വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, എനിക്കൊരു സന്തോഷമായൊരു കാര്യം വരും ഒരു തിരിച്ചറിവിലൂടെ, അതിങ്ങനെയാണല്ലോ എന്ന്. അപ്പോൾ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നും. ലൈഫ് ഇതാണ്. ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സീരിയസ് ആയിട്ട് പറയാം, യു ആർ നോട്ട് എലോൺ, യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ യൂണിവേഴ്സ്. ഇപ്പൊ ഈ തമിഴില് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം തമിഴിലും മലയാളത്തിലും ചെയ്തിട്ടുള്ള ഡിഫറൻസ് എന്തായിരുന്നു? തമിഴ് കുറച്ചുകൂടി ഡിലേ ആണ്. അവർ കാര്യങ്ങൾ ചെയ്ത് കുറച്ചിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ തുളസിദാസൻ്റെ സാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ ഏതോ ഓഫീസിൽ പോകുന്നത് പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ 28 ദിവസം കൊണ്ടൊക്കെയാണ് ഷൂട്ട് തീർക്കുന്നത്. മീൻസ് അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഭയങ്കര പ്ലാൻഡായിട്ട് ഭയങ്കര ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് മലയാള ഇൻഡസ്ട്രി പോകുന്നത്. തമിഴിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഒരു ഡിലേഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുന്നത്. വേറെ അല്ലാതെ എനിക്കൊരു പിന്നെ കുറച്ചുകൂടെ നല്ല എന്താ പറയുക, ആൾക്കാരൊക്കെ കുറേ കൂടെ അപ്രോച്ച് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അപ്പൊ തമിഴ് അറിയാവോ? തമിഴ് മൂവിയൊക്കെ ചെയ്തിട്ട്? തമിഴ് ആക്ച്വലി ഞാൻ തമിഴ് പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്. കുട്ടിക്കാലം മുതൽ എനിക്ക് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ പാട്ട് കേട്ട് 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 അങ്ങനെ തമിഴ് അങ്ങ് പഠിച്ചു. ആരുടെ പാട്ടാണ് ഇഷ്ടം തമിഴിൽ? ഹരിഹരൻ്റെ ഡൈഹാർഡ് ഫാനാണ് ശരിക്കും. ഹരിഹരൻ്റെ വോയിസ് എന്താ. അപ്പോ ഇനി യക്ഷി ഞാനും 2 എന്നുള്ള വരവിന് വേണ്ടി നിൽക്കണം, അത് റീ റിലീസ് ആണോ? ഏതാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ആക്ച്വലി 2 ചെയ്യാൻ പറ്റിയ നല്ലതാണ്. സീരിയസ്ലി ഞാനത് എങ്ങനെ തോന്നുന്നില്ല. ആക്ച്വലി ഞാൻ 2 എന്ന് പറയുന്നത് സംഭവിച്ചിരുന്നെങ്കിൽ, ഈ മേഘനയൊക്കെ ഇനി എങ്ങനെയാണ് ഏത് പരിവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടു ഈ അടുത്ത സമയത്ത് ഇപ്പം ജയിലറിനകത്ത് ചെയ്യാൻ പോകുന്നു കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടു. യക്ഷി ഞാൻ മൂവി കഴിഞ്ഞ ശേഷം കുറച്ചുകൂടി മലയാളികൾ തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടി ഹൈ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി ഹിറ്റ് മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ഞാൻ അഭിനയിച്ച നായിക ഇപ്പൊ വലിയൊരു ഇതിലെത്തി എന്നൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ അഭിനയിച്ച നായകൻ എങ്ങനെയൊക്കെ ഭയങ്കര എത്തി അങ്ങനെ ചിന്തിക്കേണ്ട ആളല്ല. അത് ഓൾറെഡി ഭയങ്കര ഫേമസ് ആക്ട്രസ് ആണ്. യക്ഷി ഞാനൊന്നിന് ശേഷം കുറച്ചുകൂടി ഒത്തിരി മൂവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളത്തിൽ ഒത്തിരി ചെയ്തു. നമുക്ക് നമ്മുടെ കൂടെ അഭിനയിച്ച ഒരാള് നല്ല ഉയരത്തിലെത്തുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് യക്ഷി ഞാൻ 2 എന്നുള്ള വരവിന് കാത്തിരിക്കാൻ. ചിലപ്പോ നടക്കും, നടക്കാതിരിക്കട്ടെ, നടക്കട്ടെ. ആരെങ്കിലും കണ്ടിട്ട് അങ്ങനെ ഒരു 2ാം ഭാഗം യക്ഷി ഞാൻ 2 എപ്പോഴാ റിലീസ്? അതെ അതെ അതെ, അങ്ങനെ ഉണ്ടാവട്ടെ എന്നൊരു വിഷാണ്, അങ്ങനെ ഒരു ആഗ്രഹമാണ്, ആത്മാർത്ഥമായിട്ട് തോന്നി. അതിന് ആരെങ്കിലും അത് കോൺസെപ്റ്റ് വെച്ച് എടുത്താൽ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.